ദുബായിൽ പുതുതായി നടപ്പാക്കിയ ട്രക്ക് നിയന്ത്രണ നിയമങ്ങൾ വാഹനാപകടങ്ങൾ പകുതിയായി കുറച്ചുവെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ തെരഞ്ഞെടുത്ത പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും റോഡ് സുരക്ഷാ നിലവാരം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു നിയന്ത്രണം. ദുബായിലെ തിരക്കേറിയ എമിറേറ്റ്സ് റോഡിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും 2024 ട്രക്കുകളുമായി ബന്ധപ്പെട്ട 75 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വർഷം ജനുവരി മുതൽ ട്രക്ക് നിയന്ത്രണ നിയമങ്ങൾ നടപ്പാക്കിയ ശേഷം ഇതുവരെ 37 കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ട്രക്ക് സഞ്ചാരത്തിൽ സമയക്രമങ്ങൾ പാലിക്കുന്നതിനും പുരോഗതിയുണ്ട്. വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ എമിറേറ്റ്സ് റോഡിൽ ട്രക്ക് സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ട്രക്ക് ഗതാഗതം പരിമിതപ്പെടുത്തിയതോടെ നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ കൂടുതൽ ട്രക്കുകൾ ദുബായ് ഷാർജ റോഡിലൂടെ സർവീസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. മുൻ വർഷം നവംബർ വരെയുള്ള കാലയളവിനെ താരതമ്യം ചെയ്യുമ്പോൾ എമിറേറ്റ്സ് റോഡിൽ 7.7%, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ 5% വർധനയുണ്ടായി. എമിറേറ്റ്സ് റോഡിൽ ശരാശരി വാഹന വേഗത മണിക്കൂറിൽ 26 കിലോമീറ്ററും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ 19 കിലോമീറ്ററും വർദ്ധിപ്പിച്ചുകൊണ്ട് യാത്രാസമയം കുറയ്ക്കാൻ സാധിച്ചു. ജനം, ദുബായ്.